ഞാൻ നേരത്തെ പറഞ്ഞു ഈ കേസിൽ CPI-യുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി SIT കളിച്ചതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആക്ഷേപിക്കാം. സംശയിക്കാനും സാധ്യതയുണ്ട്. പല ആളുകളെയും സംശയത്തിൻ്റെ മുന്നിൽ നിർത്തി അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഹൈദരാബാദിലേക്ക് അന്വേഷണം പോയില്ല മുതലായ ചോദ്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ കണ്ണ് മാറാൻ പാടില്ല. ഇത് കുറ്റമറ്റ രീതിയിലുള്ളൊരു ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ പ്രതികൾ വേണമെങ്കിൽ ജയിലിന് പുറത്തോട്ട് പൊക്കോട്ടെ, അവരെ വെറുതെ വിടുകയല്ല. അവരിൽ നിന്ന് തെളിവുകൾ മുഴുവൻ ശേഖരിച്ച് അന്വേഷണ സംഘം കുറ്റമറ്റ രീതിയിലുള്ളൊരു കേസ് ബിൽഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ കേസ് ബിൽഡ് ചെയ്ത് തീരട്ടെ. അതുവരെ ക്ഷമിക്കാനുള്ള ഒരു ക്ഷമ നമുക്ക് കാണണം. SITക്ക് പുറത്ത് അനാവശ്യമായി സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ അവരെ രക്ഷിക്കാനാണെന്ന് തന്നെ വിചാരിക്കുക. നിങ്ങളെല്ലാം പറഞ്ഞാലേ ഇന്നാ കുറ്റപത്രം എന്ന് പറഞ്ഞ് കുറ്റപത്രം കൊടുക്കുന്നു, വളരെ പെട്ടെന്ന് ട്രയലിലേക്ക് പോകുന്നു, പുല്ല് പോലെ ഈ പ്രതികളെല്ലാം ഇറങ്ങിപ്പോയാലോ? അപ്പോൾ എന്തായിരിക്കും ന്യായം? അങ്ങനെ സംഭവങ്ങളുണ്ട്, എത്രയോ കേസുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ SITയുടെ പുറത്ത് SITയെ നിങ്ങൾക്ക് സംശയിക്കാം, SITക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് കരുതാം. പക്ഷേ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നു എന്നുള്ളത് ഒരു വലിയ അപരാധമായി കാണാനേ പാടില്ല. അത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലായാലും ഏത് കേസിലായാലും കുറ്റപത്രം കൃത്യമായി വരട്ടെ, ഒരു പഴുതുമില്ലാതെ മുഴുവൻ കാര്യങ്ങളും കണ്ടുപിടിക്കട്ടെ, മുഴുവൻ കുറ്റവാളികളും ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടട്ടെ, അവരുടെ മൊഴികളെടുക്കപ്പെടട്ടെ, അതിനുശേഷം കുറ്റപത്രം വന്ന് കേസ് ട്രയലിലേക്ക് പോകട്ടെ, വളരെ വേഗം വിധി വരട്ടെ. അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അതല്ലാതെ പ്രതികൾ എല്ലാ കാലത്തും ജയിൽ കിടക്കണം, അതിന് കുറ്റപത്രം കൊടുക്കുന്നു, ആ കുറ്റപത്രത്തിൽ നിന്ന് പെട്ടെന്ന് ട്രയലിലേക്ക് പോകുന്നു എന്നുള്ളത് യുക്തിയിൽ ചിലവാകുന്ന ഒരു കാര്യമല്ല.